പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ആരാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ? പ്രാർത്ഥിക്കുന്നവരായ നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് നാം എല്ലാവരും സ്വർഗത്തിൽ വലിയവരാണ് എന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-4 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അപ്പം നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലകളിലും ഒന്നാമനായി മാറണം എന്നാണ്. നാം വലിയവനാകാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളവരെ മോശമാക്കി ചിത്രീകരിക്കുവാനും അവരുടെ കുറ്റങ്ങൾ ഇല്ലാത്ത കുറ്റങ്ങൾ പോലും കണ്ടെത്തി അത് പരസ്യപ്പെടുത്തുവാനും മുൻപിൽ നിൽക്കുന്നവരാണ് നാം. എങ്കിലും നാം അഭിമാനിക്കുന്നത് സ്വർഗരാജ്യത്തിൽ നാം വലിയവരാണ് എന്നാണ്. യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ 3 വർഷം യേശുവിൻ്റെ കൂടെ കഴിഞ്ഞിട്ടും അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്ന തർക്കമുണ്ടായിരുന്നു. അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന്. നാം എല്ലാവരും സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ സ്വയം ചെറുതാകാൻ തയ്യാറാകണം. നമുക്ക് എളിമപ്പെടാൻ കഴിയണം. അഹങ്കാരത്തെ വെടിയണം. നമ്മുടെ മാത്രം താല്പര്യങ്ങളെ മുൻനിർത്തി ജീവിക്കാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒരു ശിശുവിൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമോ വാശിയോ വൈരാഗ്യമോ വിദ്വേഷമോ പ്രതികാര ചിന്തയോ ഒന്നുമില്ല. നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ് ശിശുക്കൾക്കുള്ളത്. ആശ്രയബോധവുമുണ്ട്. അവർ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത് പോലെ മുതിർന്നവരായ നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മുൻപിൽ വലിയവനാകാൻ സാധിക്കുക. യേശു, നമ്മുടെ ഗുരുവും നാഥനുമായ യേശുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നമുക്ക് നൽകി. ആ മാതൃക പിൻചെന്നുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അവരെ സഹായിക്കുവാനും ഉള്ളൊരു നല്ല മനസ്സ് നാം രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ ചെയ്യേണ്ടത്. നമ്മുടെ അഹങ്കാരവും തർക്കങ്ങളും വാശിയും വൈരാഗ്യവും എല്ലാം വെടിഞ്ഞ് ഒരു ശിശുവിനെ പോലെ നിർമ്മലമായ ഹൃദയത്തോടെ യേശുവിലേക്ക് മടങ്ങുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും അവിടെ മുൻപന്തിയിൽ യേശുവിനോടൊപ്പം വസിക്കുവാനും സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.